ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഒരു യുദ്ധക്കളമായി മാറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെക്കുറിച്ച് നടത്തിയ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളും പ്രകോപനപരമായ പരാമർശങ്ങളും ഇറാൻ സൈന്യത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ ഫലമായി ഹോർമൂസ് കടലിടുക്കിനു മേൽ ഇറാൻ സൈന്യം പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഔദ്യോഗികമായി അറിയിച്ച ഈ നീക്കം ലോകരാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ കപ്പൽ വരെ ആക്രമിക്കുന്ന നടപടി വരെ ഇറാൻ സ്വീകരിച്ചു. ഇറാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി ഇതിന് കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട്. ഇതോടെ ഇന്ത്യക്കെതിരെ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഇറാൻ അറിയിച്ചതായാണ് വിവരം. എന്നാൽ സൈന്യത്തിന്റെ അനുമതിയില്ലാതെ ഒരു കപ്പലും കടത്തിവിടില്ലെന്ന ഇറാന്റെ വാശി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇറാൻ വാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചും അവരുടെ സൈനിക ശേഷിയെക്കുറിച്ചും ട്രംപ് നടത്തിയ തെറ്റായ അവകാശവാദങ്ങൾ ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് അവർ കാണുന്നത്. ട്രംപിന്റെ ലൂസ് ടോക്ക് അഥവാ ഉത്തരവാദിത്തമില്ലാത്ത സംസാരം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. സംഭവങ്ങളുടെ നാൾവഴികൾ പരിശോധിച്ചാൽ ട്രംപിന്റെ ഓരോ നീക്കവും ഇറാനെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു എന്ന് കാണാം. വെടിനിർത്തൽ കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ട്രംപ് ഇറാനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഇറാൻ ഭരണകൂടം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും അവർക്ക് ഉടൻ തന്നെ അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. ഇത്തരം പ്രസ്താവനകൾ ഇറാന്റെ സൈനിക വിഭാഗമായ IRGCയെ ചൊടിപ്പിച്ചു. സിവിൽ ഭരണകൂടം നടത്തുന്ന സമാധാന ചർച്ചകളെ മറികടന്ന് കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സൈന്യം തീരുമാനിച്ചത് ഇതോടെയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ പ്രത്യേകതകൾ ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനുമിടയിലുള്ള ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ലോകത്തെ മൊത്തം എണ്ണ ഉപയോഗത്തിന്റെ 1/3 ഭാഗവും കടന്നുപോകുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് ഈ പാത ഒഴിവാക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് ആഗോളതലത്തിൽ വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ടാക്കും. ചരക്ക് നീക്കം തടയുന്നത് വഴി ലോകരാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ വെറും പ്രസ്താവനകളല്ലെന്നും അവയ്ക്ക് ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും ഈ സംഭവം തെളിയിക്കുന്നു. നയതന്ത്ര തലത്തിൽ സംസാരിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെയും പൊതുവേദികളിലൂടെയും പ്രകോപനം സൃഷ്ടിക്കുന്നത് വലിയ അപകടമാണ് വരുത്തിവെക്കുന്നത്. ഇറാന്റെ വിദേശ നയം ഇപ്പോൾ കൂടുതൽ സൈനികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് IRGC കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ട്രംപിന്റെ നയതന്ത്ര പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരോധം വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഈ പാത വഴിയാണ് വരുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കുകയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നയതന്ത്ര ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ട്രംപിന്റെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ ഉണങ്ങാൻ എത്ര കാലമെടുക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാവില്ല. റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ പ്രകോപനങ്ങളാണ് ഇറാന്റെ നടപടിക്ക് കാരണമായതെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. ആഗോള വ്യാപാര പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വൻ ശക്തികൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഇത്തരം ചേരിതിരിവുകൾ സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഇറാൻ സൈന്യത്തിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ഓരോ കപ്പലും അവരുടെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരും. ഇത് കടൽ ഗതാഗതത്തിന് വലിയ കാലതാമസമുണ്ടാക്കും. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ അമിതമായ ആത്മവിശ്വാസവും അടിസ്ഥാനമില്ലാത്ത പ്രസ്താവനകളും ഹോർമൂസ് കടലിടുക്കിനെ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എത്തിച്ചിരിക്കുകയാണ്. ഉപരോധം പിൻവലിക്കണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ നിലപാടുകൾ തിരുത്തണമെന്നാണ് ഇറാന്റെ ആവശ്യം. എന്നാൽ ട്രംപ് അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് സംശയമാണ്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടില്ലെങ്കിൽ മേഖലയിലെ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സമാധാനത്തിന്റെ പാത ഉപേക്ഷിച്ച് പ്രകോപനത്തിന്റെ വഴി തിരഞ്ഞെടുത്ത ട്രംപിന്റെ നടപടിക്കുള്ള വിലയാണ് ഇപ്പോൾ ലോകം നൽകിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും ഇറാനെ ചർച്ചകളുടെ മേശയിലേക്ക് തിരികെ
കൊണ്ടുവരാനും ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ട്രംപിന്റെ ലൂസ് ടോക്ക് ലോക സമാധാനത്തിന് എത്രത്തോളം ഭീഷണിയാണെന്ന് ഈ ഹോർമുസ് പ്രതിസന്ധി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ ലോകം അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രജ്ഞതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമീപനം ഉണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ.